ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ എത്തിയപ്പോൾ മുതൽ ഇപ്പോഴത്തെ ഓരോരോ ആഗ്രഹങ്ങളാണ്. പിന്നെ എന്ത് ചെയ്യാം, എല്ലാം സാധിച്ചെടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഉണ്ട തിന്നാനാണ് ശർക്കരയും തേങ്ങയൊക്കെ വെച്ച്. അപ്പം സാധാരണ നമ്മുടെ അരിപ്പൊടിയും കൊണ്ടാണ് ചേർക്കാറ്. പക്ഷേ അരിപ്പൊടി ഇല്ല, കുറച്ചേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ളായിരുന്നു അന്ന് നാട്ടിൽ നിന്ന് പോന്നപ്പം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവിടെ സിനിമ ഓടുന്നുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഗുണം എല്ലാം ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് സംസാരിച്ചുകൊണ്ട് എല്ലാം ചെയ്യാം, ടി വി കാണാം. അങ്ങനെ ഒരു ഉപകാരം ഇവിടെ ഉണ്ട്. അത് തന്നെ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇപ്പം നമ്മുടെ നാട്ടിലും അങ്ങനത്തെ പുതിയ പുതിയ സിസ്റ്റംസ് വന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പാളിപ്പോയാലും കുഴപ്പമില്ല, എല്ലാം പഠിച്ചല്ലേ ശരിയാകുന്നത്. ഞാൻ ഇച്ചിരി വെള്ളം തൊട്ടൊക്കെ ഇങ്ങനെ ഇതാവുമായിരുന്നു, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. തേങ്ങ കുറച്ചേ ഉള്ളൂ, 2 കൂടെ മേടിച്ചോളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂളിംഗ് എൻ്റെ ഇടയ്ക്ക് വന്ന് എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നൊക്കെയുണ്ട്. അപ്പം അത് അങ്ങനെ ശരിയായി വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കൂളിംഗ് വന്ന് എൻ്റെ അടുത്തേക്ക് ഒന്ന് അതിൻ്റെ അകത്ത് പരുതി അവനൊന്ന് അതിൻ്റെ അകത്തൊന്ന് കൈയിട്ടൊന്ന് ആ ഉണ്ടയൊക്കെ അവിടെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ്. പിന്നെ ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന്. ഞാൻ ആവി കയറ്റുന്ന പാത്രം കൊണ്ടുവന്നില്ല. ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ആവി കയറ്റാറ്. കോളിംഗ് കൊടുത്തപ്പോൾ ചൂടായതുകൊണ്ട് അവനൊന്ന് മാറ്റി വെച്ചു. എന്നാലും കുഴപ്പമില്ല, അവന് അത്യാവശ്യം ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ നമുക്കൊരു സന്തോഷം, ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞങ്ങളിന്ന് പുറത്ത് പോയപ്പം കുറച്ച് ചിക്കനൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവിടുത്തെ പൊടിയാണ്, ഇത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഇത് ഇങ്ങനത്തെ ചില്ലി ഫ്ലക്സാണ്, ഇത് വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ അധികം എരിവിട്ടിട്ടില്ല. കൂളിംഗ് കൂടെ കഴിക്കാനുള്ളതായിട്ട് അവനത് അവിടെയും കയറിയിരിപ്പുണ്ട്. ഇത് പിന്നെ നല്ലൊരു സാധനം കേട്ടോ, ഇങ്ങനെ കട്ടിങ് ചെയ്യാനുള്ളത്. നമുക്കിങ്ങനെ ചോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വലിച്ചാൽ മതി. ഇപ്പോൾ പിള്ളേരുള്ളവർക്കൊക്കെ നല്ല സുഖമായിരിക്കും, വേഗം പണിയും കഴിയും, നല്ലതാണ്, കയ്യൊന്നും മുറിയേയില്ല. ഇത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ അതെല്ലാം ചെയ്ത് ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചേട്ടായും കൂടിയിട്ടുണ്ട്, കൂട്ടിനുണ്ട്. അപ്പം എല്ലാവരും ചേട്ടായിക്ക് ലീവുള്ള ദിവസം ഞങ്ങളങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ കട്ട് ചെയ്താൽ ചെയ്യാറ്. ചേട്ടായി പറഞ്ഞു ഇനിയിപ്പോൾ കട്ട് ചെയ്യേണ്ട, ഫുള്ളായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം മസാലയെല്ലാം ചേച്ചി പിടിച്ചുകൊണ്ടിരിക്കുക. അത് മാസ്റ്റർ ഷെഫ് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടായി പറഞ്ഞു നമുക്കൊരു ഗ്രേവി പോലെ ഉണ്ടാക്കാം, ഗ്രേവി ഞാൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചേട്ടായി ഉണ്ടാക്കട്ടെ, നമ്മൾ തന്നെത്താനും ഉണ്ടാക്കി നമ്മളും തിന്നൊന്നും മടുത്തിരിക്കാമല്ലോ. വേറെ ഒരാളും കൂടെ ഉണ്ടാക്കുമ്പോൾ അതൊരു രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്രേവി റെഡിയായി. അതിൻ്റെ അകത്തേക്ക് അതിസാഹസികമായി ചിക്കൻ ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം അതിൻ്റെ അകത്തിരുന്ന ഗ്രേവിയിൽ ചിക്കൻ പിടിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം അടച്ച് വെച്ചു. ചേട്ടായി അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. ചേട്ടായിൻ്റെ ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ലതാണ്, നല്ല രസമുള്ളതാണ്. അങ്ങനെ അപ്പം കഴിഞ്ഞ ദിവസത്തെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലൊരു ബോളായിരുന്നു. അത് നടുവേ കട്ട് ചെയ്ത് ബർഗറിൻ്റെ ബണ്ണാന്നും പറഞ്ഞിട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കുറേ പൊളിച്ചത് താഴെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു ബോളായിരുന്നു. അതിൻ്റെ കോല ഇപ്പോൾ ഇങ്ങനെ ആക്കി. അങ്ങനെ ഓരോ കൃതികൾ കൂട്ടിന് എനിക്ക് ഓരോ പണികൾ അങ്ങനെയും ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കും.